ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 15. ആമുഖത്തിൻ്റെ സമാപനം. ഈശോ പറയുന്നു, സുവിശേഷത്തിന് ആമുഖമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും ശാന്തവും മാധുര്യം നിറഞ്ഞതുമായിരുന്നു. ചുറ്റും നടമാടുന്ന ഭീകരതയിൽ നിന്ന് ഈശോ നിന്നെ ശാന്തമായി എടുത്തു മാറ്റുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ രോമം കൊണ്ടുള്ള പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് മൃദുവായ കിടക്കയിൽ കിടത്തുന്നത് പോലെ ഈ മധുരമായ ദർശനങ്ങളിൽ നീ മുങ്ങിയിരിക്കുകയായിരുന്നു. മനുഷ്യരുടെ ക്രൂരത കാണാതിരിക്കാനും അതിൻ്റെ ഭീകരത കണ്ട് ഭയപ്പെടാതിരിക്കാനും വേണ്ടി ഞാൻ നിന്നെ ഈ സന്തോഷങ്ങളിൽ ആമഗ്നയാക്കുകയായിരുന്നു. ചില സംഭവങ്ങളൊന്നും നിനക്ക് സഹിക്കാൻ പറ്റുന്നവയല്ല. നീ മരിക്കാതിരിക്കണമല്ലോ. എൻ്റെ വക്താവായ നീ മരിക്കാതിരിക്കാൻ ഞാൻ നിന്നെ സംരക്ഷിക്കുകയായിരുന്നു. ബലിജീവിതം നയിക്കുന്ന ആത്മാക്കളുടെ കഠിന പീഡകളുടെയും നൈരാശ്യത്തിൻ്റെയും കാരണങ്ങളെല്ലാം ലോകത്തിൽ അവസാനിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് മേരി, നിന്റെ വികാരങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഭീകര സംഭവങ്ങൾക്കെല്ലാം അവസാനം വരും. എന്നാൽ നിന്റെ സഹനങ്ങൾ നിന്നു പോകയില്ല. നീ ബലിവസ്തുവാണല്ലോ. എന്നാൽ അതിൻ്റെ അവസാനം നിന്റെ ബലി സമാപിക്കും. മഗ്ദലന മറിയം മരിക്കുന്ന സമയത്ത് അവളോട് ഞാൻ പറഞ്ഞത് നിന്നോടും പറയേണ്ട അവസരം വരും. വിശ്രമിക്കൂ, ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണ്. നിന്റെ മുള്ളുകൾ എനിക്ക് തരൂ. ഇപ്പോൾ റോസാപ്പൂക്കളുടെ സമയമാണ്. വിശ്രമിക്കുക, കാത്തിരിക്കൂ. ഓ ഭാഗ്യമുള്ള ആത്മാവേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. നീ മനസ്സിലാക്കാതിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു അത്. കഠിനമായ അന്ധകാരത്തിൽ നിന്നെ ആഴ്ത്തി മുള്ളുകൾ കൊണ്ട് ബന്ധിച്ച് മുള്ളുകളുടെ ഇടയിൽ നിന്നെ ഉരുട്ടി വേദനിപ്പിച്ച സമയം അടുത്തു വരികയായിരുന്നു. പ്രിയപ്പെട്ടവളുടെ സഹനം അവസാനിക്കുമ്പോൾ സന്തോഷിക്കുന്ന സ്നേഹം തന്നെയായ ഞാൻ അത് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു. സഹനത്തിൻ്റെ സമയം അവസാനിക്കാൻ പോകുന്നു എന്ന് നിന്നോട് ഞാൻ പറയുന്നു. സർവജ്ഞനായ ഞാൻ നിന്നോട് പറയുന്നു, ഇത് അറിയാതിരിക്കുന്ന ലോകത്തിൻ്റെയും ഇറ്റലിയുടെയും വിയാറേജിയോയുടെയും നീ എന്നെ കൊണ്ടുവന്ന ഈ ചെറിയ ഗ്രാമത്തിൻ്റെയും പേർക്ക് ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നീ ധ്യാനിക്കണം. ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ദഹനബലിയായി അർപ്പിക്കപ്പെട്ട ആത്മാക്കൾ ഇത് അർഹിക്കുന്നതാണല്ലോ. കന്യകയായ മണവാട്ടി സിസ്ലിയായെ ഞാൻ നിനക്ക് കാണിച്ചു തന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ സൗരഭ്യം കൊണ്ട് അവൾ നിറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ അവളുടെ ഭർത്താവ്, ഭർത്തൃ സഹോദരൻ, വേലക്കാർ, ബന്ധുക്കൾ, സ്നേഹിതർ എന്നിവരെയെല്ലാം അവൾ എന്നിലേക്കും വലിച്ചടുപ്പിച്ചു. ഈ ഭ്രാന്ത് പിടിച്ച ലോകത്തിൽ നീ സിസ്ലിയായുടെ ഭാഗം അഭിനയിച്ചു. നിനക്ക് അത് അറിഞ്ഞുകൂടാ. എനിക്കറിയാം. നീ എന്നെക്കൊണ്ട് നിറഞ്ഞിരുന്നു. എൻ്റെ വചനം കൊണ്ട് നിറഞ്ഞിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ നീ ആളുകളെ അറിയിച്ചു. അവയിൽ ഏറ്റവും നല്ലവരായിരുന്നവർ അവ മനസ്സിലാക്കി. ബലിയായി തീർന്ന നിന്നെ അനുകരിച്ച് നിന്റെ പ്രേഷിതത്വം ഏറ്റെടുത്തു. നിന്റെ പൃഥുരാജ്യവും നിനക്ക് പ്രിയപ്പെട്ട മറ്റു സ്ഥലങ്ങളും പാടെ നശിപ്പിക്കപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. നിനക്ക് നന്ദി. എൻ്റെ ഭാഗ്യപ്പെട്ടവളെ, തുടരുക. ലോകത്തെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയെ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പണം ആത്മബലി നടത്തുന്ന ആത്മാക്കളാണ്. വിശുദ്ധന്മാരെ പഠിപ്പിച്ചതും ഇപ്പോൾ നിന്നെ നേരിട്ട് പഠിപ്പിക്കുന്നതുമായ ജ്ഞാനം പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനത്തിലേക്ക് നിന്നെ കൂടുതലായി ഉയർത്തട്ടെ. കർത്താവിൻ്റെ ഭവനത്തിനടുത്ത് നിന്റെ ചെറിയ കൂടാരം ഉറപ്പിക്കുക. നിന്റെ കൂടാരത്തിൻ്റെ തൂണുകൾ ജ്ഞാനത്തിൻ്റെ ഭവനത്തിൽ തന്നെ നാട്ടുക. അവിടെ നിന്ന് പുറത്തിറങ്ങാതെ അതിൽ തന്നെ വസിക്കുക. പുഷ്പിതമായ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾക്കിടയിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സംരക്ഷണയിൽ വിശ്രമിക്കുക. ആത്മീയമായ എല്ലാ കൊടുങ്കാറ്റുകളിൽ നിന്നും അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നീ ദൈവമഹത്വത്തിൻ്റെ പ്രകാശത്തിലായിരിക്കും. അങ്ങിൽ നിന്ന് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വചനങ്ങൾ നിന്നിലേക്കിറങ്ങും.
സമാധാനത്തിൽ പോകൂ. ഭാഗ്യപ്പെട്ടവളെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെ മേരി മാതാവ് പറയുന്നു, മേരിക്ക് അവളുടെ തിരുനാളിൽ അമ്മയിൽ നിന്ന് ഒരു സമ്മാനം, അല്ല ഒരു സമ്മാന ചങ്ങല. അവയുടെ ഇടയിൽ ഏതാനും മുള്ളുകളുണ്ടെങ്കിൽ കർത്താവിനോട് പരാതിപ്പെടരുത്. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതലായി അവിടുന്ന് നിന്നെ സ്നേഹിച്ചിരുന്നു. ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞു, എന്നെക്കുറിച്ച് എഴുതുക, നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം സമാധാനം കിട്ടും എന്ന്. അത് സത്യമായിരുന്നു എന്ന് ഇപ്പോൾ നീ കാണുന്നില്ലേ? ഈ വരം മാറ്റിവച്ചിരിക്കുകയായിരുന്നു. കാരണം നിന്റെ അത്ഭുതത്തെ ഒന്നുകൂടി സന്തോഷപ്രദമാക്കാൻ ഞാൻ ചെയ്തതാണ്. ഞങ്ങൾ ആത്മാവിൻ്റെ കാര്യം മാത്രമല്ല അന്വേഷിക്കുന്നത്, ശരീരത്തെയും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ശരീരം റാണിയായതുകൊണ്ടല്ല, അരൂപിയുടെ ദൗത്യം നിർവഹിക്കുന്നതിന് സഹായിക്കുന്ന ഉപകാരമുള്ള ഒരു ഭൃത്യ ആയതുകൊണ്ടാണ്. അത്യുന്നതനോട് നീ നന്ദിയുള്ളവളായിരിക്കണം. ദൈവം നിനക്ക് ശരിക്കും ഒരു പിതാവ് തന്നെയാണ്. മാനുഷികമായ സ്നേഹവായ്പിൽ കൂടെയും നിനക്ക് ഒരു പിതാവാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കാനായി മാധുര്യമേറിയ ദൈവികാനുഭൂതികളാൽ നിന്നെ മയക്കുന്നു. കൂടുതൽ കൂടുതലായി എന്നെ സ്നേഹിക്കുക. എൻ്റെ ആദ്യകാല രഹസ്യങ്ങളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോയി. ഇപ്പോൾ നിനക്ക് അമ്മയെക്കുറിച്ച് എല്ലാം അറിയാം. ഒരു പുത്രിയെപ്പോലെയും സഹോദരിയെപ്പോലെയും എന്നെ സ്നേഹിക്കുക. ബലിയർപ്പിക്കപ്പെട്ട ആത്മാക്കൾ എന്ന നിലയിൽ നമ്മൾ സഹോദരിമാരാണല്ലോ. പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാരൂപിയായ ദൈവത്തെയും പരിപൂർണ സ്നേഹത്തോടെ സ്നേഹിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും അരൂപിയുടെയും അനുഗ്രഹങ്ങൾ എൻ്റെ കരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ മാതൃസ്നേഹമാകുന്ന സൗരഭ്യം അതിൽ കലരുന്നു. അങ്ങനെ അത് നിന്നിലേക്ക് താണിറങ്ങി നിന്നിൽ വസിക്കുന്നു. സ്വഭാവാതീതമായ സന്തോഷത്താൽ നീ ആനന്ദിക്കുക.